എന്താ കഥ? അനുഭവങ്ങൾ അങ്ങനെ വന്ന് 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 എത്ര അനുഭവങ്ങളാണ്. ഞാൻ പറയാറില്ലേ, ജീവിതത്തിൻ്റെ ഓരോ ഏടുകളാണ് അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഇതും അങ്ങനെയാണ്. നമ്മൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. ഭഗവാൻ ഓരോ നിമിഷവും നമ്മളെ കാണും, നമ്മളുടെ കൈ പിടിക്കും, നമ്മളെ കൂടെ നടക്കും. അപ്പം അനുഭവം കേൾക്കാം. ആരുടേതാണ്? അഞ്ജു. എനിക്ക് ഗുരുവായൂരപ്പൻ്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആദ്യത്തെ അനുഭവം ഏകദേശം 15-20 വർഷങ്ങൾക്ക് മുൻപാണ്. എൻ്റെ കല്യാണത്തിന് മുൻപാണ്. വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഗുരുവായൂരിൽ തൊഴാൻ പോയി. വീട്ടിൽ 2-3 സ്ത്രീകൾ ഉള്ളതിനാൽ എപ്പോഴും ആരെങ്കിലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാവും. ഒരാഴ്ച നോയമ്പെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അവസാനം അമ്മ ഒരു ദിവസം ഫിക്സ് ചെയ്തു. ഞാൻ പറഞ്ഞു, അതിൻ്റെ അടുത്ത ദിനങ്ങളിൽ എൻ്റെ പീരീഡ്സ് ഡേറ്റ് ആണ്. അമ്മ പറഞ്ഞു, അത് സാരമില്ല, അങ്ങനെ നോക്കിയാൽ പോകാനൊന്നും പറ്റില്ല. 3 മണിക്കൂർ ബസ് യാത്രയുണ്ട്. കുലുങ്ങി കുലുങ്ങി ഗുരുവായൂരെത്തി കുളിക്കാൻ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പീരീഡ്സ് ആയിരിക്കുന്നു. വിവരം അമ്മയോട് പറഞ്ഞു. ഇങ്ങനെയുള്ള സമയത്തൊക്കെ പറ്റാതാകുന്നത് എൻ്റെ മനസ്സിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു. സ്ഥിരം വഴക്ക് കേൾക്കാറുള്ളത് കൊണ്ട് പേടിച്ചാണ് പറഞ്ഞത്. അമ്മ പറഞ്ഞു, റൂമിൽ തന്നെ ഒരു മൂലയിൽ ആരെയും തൊടാതെ മാറിയിരിക്കാൻ. എനിക്ക് സങ്കടം വന്നു. അവിടെ നിന്ന് ഞാൻ നന്നായി കരഞ്ഞു. അത് ഭഗവാനെ കാണാൻ പറ്റാത്തത് കൊണ്ടാണോ അതോ നാണക്കേട് കൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ ഞാൻ നന്നായി വിഷമിച്ചു. അത് ഭഗവാൻ കണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞാണ്. എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ ഭർത്താവിൻ്റെ കൂടെ തൊഴാൻ പോയപ്പോൾ എന്താണ് കദളിക്കുല സമർപ്പിക്കാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അത് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാമെന്നാണ് നേർന്നത് കേട്ടോ. അതുകൊണ്ട് ആരൊക്കെ പറഞ്ഞാലും ഞാനത് കൈമാറും. ആരൊക്കെ പറഞ്ഞിട്ടും ഞാനത് കൈമാറാതെ അകത്തേക്ക് കൊണ്ടുപോയി ചങ്ങല മാറ്റി എന്നെ മാത്രം ശ്രീകോവിലിൻ്റെ മുന്നിൽ നിർത്തി. ഞാൻ പഴക്കുല സമർപ്പിച്ച് ഇഷ്ടം പോലെ തൊഴുതു കേട്ടോ. ഇത് ഭഗവാന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ സങ്കടം മാറ്റി തന്നതാണെന്ന് അപ്പോഴും എനിക്ക് ബോധം വന്നില്ല. പിന്നീട് എപ്പോഴും ആണ് അതെൻ്റെ മനസ്സിലേക്ക് വന്നത്. ഞാൻ എൻ്റെ സങ്കടം മറന്നിട്ടും ഭഗവാൻ മറന്നില്ല. അത് ഓർക്കുമ്പോഴൊക്കെ എനിക്ക് ഇപ്പോഴും കരച്ചിൽ വരും. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇപ്പോൾ ധാരാളം അനുഭവങ്ങളുണ്ട് കേട്ടോ. എൻ്റെ മകൾക്ക് ശരീരത്തിൽ വെളുത്ത പാടുകൾ വന്നു. ഡോക്ടർ പറഞ്ഞു ബയോപ്സി ടെസ്റ്റ് ചെയ്യണമെന്ന്. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു, വെണ്ണ കൊണ്ട് തുലാഭാരം നടത്തിയേക്കാം, രക്ഷിക്കണേ എന്ന്. റിസൾട്ട് വന്നപ്പോൾ അവൾക്കൊരു കുഴപ്പമില്ല, ഭഗവാൻ രക്ഷിച്ചു. പിന്നെ ഇപ്പോൾ കയ്യിൽ ക്യാഷ് ഉണ്ടായപ്പോൾ വന്ന് വഴിപാട് നടത്തി. നന്നായി തൊഴാൻ പറ്റി. നാരായണീയം വാങ്ങി സ്ഥിരമായി വായിക്കാനുള്ള സാഹചര്യം തന്നു. ഭഗവാൻ അനുഗ്രഹിക്കുന്നു. ആടിയ എണ്ണയും വാങ്ങി. ഇപ്പോൾ എൻ്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, എനിക്കോ ഭർത്താവിനോ മക്കൾക്കോ എന്ത് ശാരീരിക ബുദ്ധിമുട്ട് വന്നാലും അത് പുരട്ടിയാൽ ആശ്വാസം കിട്ടും. ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് ആ ഒരു കാര്യം. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. കഴിഞ്ഞ 3-4 മാസമായിട്ട് ഞാനൊരു ജോലിക്ക് ശ്രമിക്കുകയാണ്. എന്നാൽ 4-5 റൗണ്ടൊക്കെ ക്ലിയർ ചെയ്ത് ലാസ്റ്റ് റൗണ്ടിൽ സെലക്ട് ആവില്ല. അല്ലെങ്കിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കണ്ടീഷൻ പറയും. 2 ചിട്ടികളുണ്ട്, അതിനടയ്ക്കാൻ ക്യാഷ് വേണം. എൻ്റെ പഴയ ജോലിയിൽ നിന്ന് സേവ് ചെയ്ത എമൗണ്ട് വെച്ച് മാനേജ് ചെയ്ത് വരികയാണ്. ചോദിച്ചാൽ അമ്മയും ഹസ്ബൻഡും ഹെൽപ്പ് ചെയ്യും. പക്ഷെ എന്തെങ്കിലും കുത്തിപ്പറഞ്ഞാൽ അതെനിക്ക് വിഷമാവും. അതുകൊണ്ട് അവരോട് ചോദിക്കാനും മടി. പക്ഷേ ചോദിക്കാതെ തന്നെ അമ്മ സഹായിച്ചു. അതുകൊണ്ട് ഒരു ജോലിക്കായി ഞാൻ എല്ലാ വഴികളും നോക്കിക്കൊണ്ടിരുന്നു. ത്രിമധുരത്തിലേക്ക് അനുഭവം അയക്കുന്നത് ചൊവ്വാഴ്ചയാണ്. അത്ഭുതം എന്ന് പറയട്ടെ, ബുധനാഴ്ച അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ ഞാൻ സെലക്റ്റായി. വീട്ടിൽ നിന്ന് നടന്നു പോവാവുന്ന ദൂരത്തിൽ. ഞാൻ ചോദിച്ച സാലറി തന്ന് മൺഡേ ജോയിൻ ചെയ്യാൻ അനുമതി കിട്ടി. ഇന്ന് ഓഫർ ലെറ്ററും കോളും വന്നു. അപ്പം തന്നെ ഇത് ത്രിമധുരത്തിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടോ. എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, നിനക്ക് ലക്ഷം കോടി നന്ദി. എന്തുതന്നെയായാലും ഈ അനുഭവത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കുറേ ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മൾ ഭഗവാനിൽ അർപ്പിക്കുക. ഭഗവാൻ അറിയാത്തതായിട്ടൊന്നുമില്ലല്ലോ. മനോഹരമായ അനുഭവമായിരുന്നു. അവസാനം ജോലിയും കൂടെ കിട്ടിയെന്നറിഞ്ഞപ്പോൾ സന്തോഷമായിട്ടോ. പിന്നെ ഇന്നലെ കണ്ണൻ്റെ വിഗ്രഹം സമ്മാനം അത് വേറെ ചേച്ചിക്കായിരുന്നു അല്ലേ? അത് വേറെ ചേച്ചിക്കായിരുന്നു. അപ്പം ഇത് അഞ്ജുവാണ്. എല്ലാം കൂടെ കൺഫ്യൂഷനിലായി പോകും. അത്രേ അനുഭവങ്ങളാണ് വരുന്നത്. അപ്പം വന്ന് 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 ആരാണ് അനുഭവം അയക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലായി. അതുകൊണ്ടാണ് അനുഭവം അയക്കുമ്പം പേര് കൂടി അയക്കാമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. ഇത് സത്യം പറഞ്ഞാൽ അഞ്ജുവിൻ്റെ അനുഭവം മനോഹരമായി. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ജീവിതമാണ് ഓരോ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു അനുഭവത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു മനസ്സുകൊണ്ട്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണല്ലേ. പിന്നെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ്, വേറെ ഒന്നും പറയാനില്ല. ഈ ഒരു ദിവസം മനോഹരമായി കുറേ നല്ല അനുഭവങ്ങൾ ഇന്ന് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടോ. ഇന്ന് 4 പറഞ്ഞു, ഇന്നലെയും 4 പറഞ്ഞു, ഇനിയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചാറ്റിൽ വന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പലർക്കും ദേഷ്യമൊക്കെ പിടിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു കാര്യമില്ല കേട്ടോ. ക്ഷമയോടുക്ക് എന്നെ ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ചെയ്യേണ്ടത് ജോയിൻ ബട്ടണിലൂടെയാണ്. ഫേസ്ബുക്കിൽ സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്കും ഗ്രൂപ്പിലേക്ക് വരാവുന്നതാണ്. വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന്